പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. കുലാവധൂത ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അഭിഷേകോത്സവത്തിൽ പങ്കെടുക്കുവാൻ വന്നു ചേർന്ന പലരുടെയും വാക്കുകൾ രാജവീതിയിലെത്തിയ ശ്രീരാമചന്ദ്രന് കേൾക്കുവാൻ സാധിച്ചു. മഹാരാജാവിൻ്റെ മഹദനുഗ്രഹത്താൽ രാജ്യലക്ഷ്മി നേടുവാൻ കാകുസ്ഥൻ ഇതാ പോകുന്നു. ആഗ്രഹങ്ങൾ മുഴുവൻ നേടുക മാത്രമല്ല, നമ്മൾ സമൃദ്ധരുമായി തീർന്നു. ദേവൻ നമ്മുടെ രക്ഷകനും ആവുകയായി. ശ്രീ രഘുവരനന്ദനൻ്റെ ഭരണം നെടുനാൾ നീണ്ടു നിൽക്കും. അനിഷ്ടമോ ദുഃഖമോ ഈ നരവരൻ്റെ കാലത്ത് ആർക്കും അനുഭവിക്കേണ്ട. ഇരമ്പിക്കൊണ്ടിരിക്കുന്ന കുതിരകൾ, ഗജങ്ങൾ എന്നിവയോടുകൂടി പുണ്യവാന്മാർ, സൂതന്മാർ, മാഗധന്മാർ, സ്തുതി ഗായകന്മാർ എന്നിവർ മുന്നടന്നു. അവരുടെ സത്കാരവാക്കുകളും ഗാനങ്ങളും കേട്ടുകൊണ്ട് വൈശ്രവണനെ പോലെ കുമാരൻ നടന്നു നീങ്ങി. പിടിയാനകൾ, മതഗജങ്ങൾ, അശ്വരത്നങ്ങൾ, രഥങ്ങൾ എന്നിവയാലും അമേയരത്നങ്ങൾ തുടങ്ങിയ ആഭരണങ്ങളാലും നിറഞ്ഞ് വഴിഞ്ഞൊഴുകുന്ന ജനങ്ങളാലും മുഖരിതമായ നാൽക്കൂട്ടം പെരുവഴികളിലേക്ക് രഘുവരതിലകൻ എത്തിച്ചേർന്നു. സുഹൃജനങ്ങൾക്ക് സർവ്വത ആനന്ദമേകുന്ന ദേവൻ രഥത്തിൽ ഏറി വെൺമേഘ തുല്യങ്ങളായ മണിമാളികകളോടുകൂടിയ രാജവീതിയിൽ യാത്ര തുടർന്നു. ആകാശസ്പർശികളായ കൊടിക്കാലുകളിൽ പാറിക്കളിക്കുന്ന കൊടിക്കൂറകൾ, അകിൽ, ചന്ദനം തുടങ്ങിയ സുഗന്ധധൂപങ്ങൾ, അവാച്യാനന്ദമേകുന്ന പരിമള വസ്ത്രങ്ങൾ, അമൂല്യങ്ങളായ പട്ടുവസ്ത്രങ്ങൾ, ധനധാന്യപൂർണങ്ങളായ അങ്ങാടികൾ, തുളയ്ക്കാത്ത മുത്തുരത്നങ്ങൾ, മിന്നിത്തിളങ്ങുന്ന സ്ഫടികങ്ങൾ, പല പല നാട്ടിൽ നിന്നെത്തിയ ജനങ്ങൾ, ഇങ്ങനെ മനോഹരമായ വിശാലപാതകൾ സ്വർഗത്തിലെന്ന പോലെ പ്രശോഭിച്ചിരുന്നു. അകിൽ, ചന്ദനധൂപങ്ങൾ, മലർ, നെയ്യ്, തൈര്, അക്ഷതം, ഗന്ധമാല്യങ്ങൾ ഇവയാൽ പൂജിക്കുന്ന ചത്വരങ്ങളിൽ വേഴ്ചക്കാരുടെ ആശീർവാദങ്ങൾ കേട്ടുകൊണ്ട് ശ്രീരാമചന്ദ്രൻ സാദരം എഴുന്നള്ളി. പിതാവ്, പിതാമഹൻ, പ്രപിതാമഹൻ തുടങ്ങിയവർ നടന്ന വഴിക്ക് എത്തി നമ്മെ രക്ഷിക്കും. അച്ഛനും മുത്തച്ഛന്മാരും പ്രജകളെ ലാളിച്ചിരുന്നതിനേക്കാൾ അധികം സന്തോഷത്തോടെ നമുക്ക് ശ്രീരാമചന്ദ്രൻ്റെ വാഴ്ചയിൽ വസിക്കാം. രാജമകുടം ധരിച്ചു വരുന്ന കുമാരനെ കാണുന്നതിനേക്കാൾ സുഖവും പുണ്യവും മറ്റെന്തെന്നാണെന്ന് നമുക്ക് ഉണ്ടാകേണ്ടത്? അത് തേജസ്വിയായ ശ്രീരാമചന്ദ്രൻ രാജ്യാഭിഷിക്തനായി ഇരിക്കുന്നതിനേക്കാൾ പ്രിയമായിട്ടുള്ളത് മറ്റൊന്നും തന്നെയില്ല. ശ്രേഷ്ഠരായ ചെങ്ങാതിമാർ ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത് കേട്ട രഘുവരൻ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ മുന്നോട്ടു നീങ്ങി. പക്ഷേ ഒരാൾ പോലും ആ പുരുഷോത്തമനിൽ നിന്ന് കണ്ണും കരളും അല്പസമയത്തേക്കെങ്കിലും എടുക്കുവാൻ സാധിച്ചില്ല. ശ്രീരാമചന്ദ്രനെ കാണാത്തവനും ആ കരുണാകടാക്ഷം ഏൽക്കാത്തവനും ലോകത്തിൽ നിന്ദിതനാണ്. നികൃഷ്ടമാണ് ആ ആത്മാവെന്നതിന് സംശയമില്ല. അർഹതയ്ക്കനുസരിച്ച ദയ നാലു ജാതിയിലും ദേവനുണ്ട്. ആ ധർമ്മശീലനിൽ ഏതൊരുവനും സക്തനാകണം. ധർമ്മം തന്നെ രൂപമാർന്ന നൃപകുമാരൻ നാൽക്കൂട്ട പെരുവഴികൾ, ക്ഷേത്രങ്ങൾ, ചൈത്യങ്ങൾ എന്നിവയെ വലം വെച്ച് സാദരം പിതൃമന്ദിരത്തിലേക്ക് എഴുന്നള്ളി. ശരത്കാലമേഘ ശുഭ്രങ്ങളായതും കൈലാസ ശൃംഖങ്ങളെപ്പോലെ ഉള്ളതുമായ പ്രസാദ പരമ്പരകൾ, വിമാനതുല്യം വാൻ ഇടത്തെ മറച്ച് അമൂല്യരത്നങ്ങളാൽ അലങ്കരിച്ച വർദ്ധമാന ഭവനങ്ങൾ, ഇവയുടെ മധ്യത്തിൽ നാനാപ്രസാദ ശൃംഖങ്ങളൊത്ത് കൈലാസപർവ്വ തുല്യമായി ദേവേന്ദ്ര മന്ദിരത്തെ കൂടി ജയിക്കുന്നതും ഭൂതലത്തിൽ അദ്വിതീയ സ്ഥാനമാർന്നതുമായ പിതൃഭവനത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ എത്തി. വില്ലാളി വീരന്മാർ കാത്തുകൊണ്ടിരിക്കുന്ന 3 മതിൽക്കെട്ടുകൾ കടന്നപ്പോൾ രഘുനന്ദനൻ തേരിൽ നിന്ന് ഇറങ്ങി. അനുഗാമികളെയെല്ലാം അവിടെ നിർത്തി കാൽനടയായി അന്തപുരത്തിൽ ജനക സമീപത്തിലേക്ക് ചെന്നു. മഹാസാഗരം ചന്ദ്രോദയത്തെ കാത്തുനിൽക്കുന്നത് പോലെ മഹാജനങ്ങൾ ശ്രീരാമചന്ദ്രൻ്റെ മടങ്ങിവരവ് കാത്ത് അരമനയുടെ അങ്കണത്തിൽ നിറഞ്ഞു. പള്ളിമഞ്ചത്തിൽ കൈകേയി ഒന്നിച്ച് വരണ്ട മുഖത്തോടിരിക്കുന്ന അച്ഛനെ രഘുപുങ്കവൻ കണ്ടു. പിതൃപാദങ്ങളിൽ സാഷ്ടാംഗം ആദ്യമായി നമസ്കരിച്ചു. തുടർന്ന് ചെറിയമ്മയുടെയും രാമ, ദശരഥ മഹാരാജാവിൻ്റെ മുഖത്തിൽ നിന്ന് ഈ ഒരൊറ്റ വാക്ക് ഗദ്ഗതമായി പുറത്തു വന്നു. കണ്ണീർ തുളുമ്പി നിൽക്കുന്ന കണ്ണുകളാൽ വീണ്ടും നോക്കുവാനോ മറ്റെന്തെങ്കിലും ഒരു വാക്ക് ഉച്ചരിക്കുവാനോ നരപതിക്ക് ശക്തിയുണ്ടായില്ല. അതിനു മുമ്പൊരിക്കലും ഇത്തരത്തിൽ ഭയജനകമായൊരു ഭാവഭേദം അച്ഛൻ്റെ മുഖത്ത് ഉണ്ടായിട്ടില്ല. അത് കണ്ടപ്പോൾ കൃഷ്ണസർപ്പത്തെ ചവിട്ടിയതുപോലെ ശ്രീരാമൻ ഒന്ന് ഞെട്ടിപ്പേടിച്ചു. അതിദുഃഖത്താൽ ഇന്ദ്രിയങ്ങളുടെ ചൈതന്യം പോയി. നെടുവീർപ്പിടുന്ന
നരപാലകൻ അക്ഷോഭ്യമായി അലകടൽ കലങ്ങി മറിഞ്ഞതുപോലെ ഉജ്ജ്വല രശ്മിയുള്ള സൂര്യനെ ഗ്രഹിച്ചതുപോലെ അസത്യമോദിയ യതീശ്വരനെ പോലെ നിഷ്പ്രഭനായിരിക്കുന്നതു കണ്ട ശ്രീരാമൻ വേലിയേറ്റത്തിലെ സമുദ്രം പോലെ വ്യസനാധിക്യത്തോടെ ചിന്തിച്ചു. അച്ഛൻ കോപാന്തനായാൽ കൂടി എന്നെ കാണുമ്പോൾ സന്തോഷിക്കുകയാണ് പതിവ്. ഇന്നെന്താണ് ഈ ഭാവഭേദത്തിനു കാരണം? എന്നെ കാണുമ്പോൾ ദുഃഖിക്കുന്നതെന്തിന്? ശ്രീരാമൻ്റെ വദനം ദുഃഖം കൊണ്ട് ഒളികെട്ടു. കൈകേയിയെ വന്ദിച്ചുകൊണ്ട് ദീനസ്വരത്തിൽ ചോദിച്ചു, അമ്മേ, അച്ഛന് ഇത്രയധികം വേദന ഉണ്ടാകാൻ ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തുവോ? എന്നിൽ ഏറ്റവും വാത്സല്യമുള്ള പിതാവ് മുഖം മങ്ങി എന്നോട് ഒരു വാക്ക് പോലും മിണ്ടാതിരിക്കുന്നത് എന്താണ്? ദേഹത്തിനോ മനസ്സിനോ വേദന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പ്രിയദർശനനായ പൊന്നനുജൻ ഭരതന് അസുഖം വല്ലതും വന്നതായി അറിഞ്ഞുവോ? ഓജസ്വിയായ ശത്രുഘ്നനോ അമ്മമാരിൽ ആർക്കെങ്കിലുമോ വിഷമം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? രാജരാജേന്ദ്രനും സുഖാർഹനുമായ അച്ഛന് സന്തോഷമേകാതെ ആ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ജീവിച്ചിട്ട് എന്താണ്? ഏതൊരാൾ മൂലം ഈ ഭൂമിയിൽ എനിക്ക് ജന്മം കിട്ടിയോ ആ പ്രത്യക്ഷദേവന്റെ സുഖമാണ് എൻ്റെ ലക്ഷ്യം. അഭിമാനവതിയായ അമ്മ തന്നെ എന്തെങ്കിലും കയർത്തു പറഞ്ഞുവോ? മഹാരാജാവിന് വന്ന ഈ മാറ്റത്തിന് കാരണമെന്തെന്ന് സത്യമായി എന്നോട് പറയണേ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.